നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാണഞ്ചേരി UDF സ്ഥാനാർത്ഥികളുടെ സംയുക്ത ആഹ്ലാദ പ്രകടനം നടന്നു. വടക്കാഞ്ചേരിയിൽ ക്രൈസ്തവ കൂട്ടായ്മയും വ്യാപാര സമൂഹവും പൗരാവലിയും സംയുക്തമായി ഒരുക്കുന്ന നദാലെ ഫെസ്റ്റ് വിളംബരം നടത്തി. മാരായ്ക്കൽ വാർഡിൽ LDF സ്ഥാനാർത്ഥിയുടെ തോൽവിയിൽ മധുരം നൽകി ആഘോഷിച്ചു LDF പ്രവർത്തകർ. വാർത്തകൾ വിശദമായി. പാണഞ്ചേരി UDF സ്ഥാനാർത്ഥികളുടെ സംയുക്ത ആഹ്ലാദ പ്രകടനം. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലേക്ക് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആൽപ്പാറ വാർഡിൽ നിന്നും വിജയിച്ച ജോസ് ഹ്യൂബർട്ട് വീണ്ടശ്ശേരി, വാർഡിൽ നിന്നും വിജയിച്ച ജോജോ കണ്ണാറ എന്നീ UDF സ്ഥാനാർത്ഥികളുടെ ആഹ്ലാദ പ്രകടനമാണ് കണ്ണാറയിൽ നടന്നത്. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വലക്കാവ് ഡിവിഷനിൽ നിന്നും മത്സരിച്ച KC അഭിലാഷിനും കണ്ണാറയിൽ സ്വീകരണം നൽകി. തുടർന്ന് ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് KC അഭിലാഷ് സംസാരിച്ചു. പ്രിയപ്പെട്ട നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, കഴിഞ്ഞ 10 വർഷത്തെ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ ദുർഭരണത്തെ പടിയടച്ച് ചിഹ്നം വെച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഈ പ്രദേശത്ത് സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്ന പുതിയ ചെറുപ്പക്കാർ ശ്രീ ജോജോ ജോർജും ശ്രീ ജോസ് ഹ്യൂബർട്ടും ഇവിടെ നിന്നും വിജയം കൈവരിച്ച് കടന്നു വരികയാണ്. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ അഭിമാനമായി ഈ വിജയം, വീണ്ടശ്ശേരിയുടെയും ആൽപ്പാറയുടെയും വിജയം പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിനും ഈ പ്രദേശത്തെ നല്ലവരായ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും വലിയ അഭിമാനമുയർത്തുന്ന വിജയമായി മാറിയിരിക്കുകയാണ്.
നമുക്കറിയാം ഈ പ്രദേശത്ത് ആൽപ്പാറ വാർഡില് വളരെ ശക്തമേറിയ മത്സരത്തിനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകിയത്. സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ പോലും ആളുകളുടെ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടായെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയാണ് ആൽപ്പാറ എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ടാണ് പ്രിയങ്കരനായ ജോസ് ജോർജിനെ ഇവിടെ വിജയം കൈവരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി വീണ്ടശ്ശേരി എന്ന് പറയുന്ന വാർഡ് നമുക്കറിയാം PV പത്രോസിന്റെ പിൻഗാമിയായി പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ വികസന നായകൻ കൂടിയായ PV പത്രോസിന്റെ പിൻഗാമിയായാണ് ജോജോ ജോർജ് വിജയം കൈവരിച്ചിരിക്കുന്നത്. നാളുകളിൽ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിനും അതുപോലെ തന്നെ വീണ്ടശ്ശേരി പ്രദേശത്തിനും ഈ പ്രദേശത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും ജോജോ ജോർജ് ഉണ്ടാകും, പ്രിയപ്പെട്ട ജോസ് ജൂബർട്ട് ഉണ്ടാകും. പാണഞ്ചേരിയുടെ ഭരണത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പം, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ നാടിന്റെ ആവശ്യത്തിനൊപ്പം ജോജോയും ജോസൂട്ടനും അതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച എന്നെയും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച നിങ്ങളോടൊക്കെയുള്ള നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. മാരായ്ക്കൽ വാർഡിൽ LDF സ്ഥാനാർത്ഥിയുടെ തോൽവിയിൽ മധുരം നൽകി ആഘോഷിച്ചു LDF പ്രവർത്തകർ. പണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ മാരായ്ക്കൽ വാർഡിൽ 7 വോട്ടിന് LDF സ്ഥാനാർത്ഥി തോറ്റ സാഹചര്യത്തിൽ മധുരം വിളമ്പിയും പടക്കം പൊട്ടിച്ചും തോൽവി ആഘോഷിച്ചിരിക്കുകയാണ് LDF പ്രവർത്തകർ. കാലങ്ങളായി UDFന്റെ കയ്യിലുണ്ടായിരുന്ന മാരായ്ക്കൽ വാർഡ് കഴിഞ്ഞ 10 വർഷമായി LDF ആണ് ഭരിക്കുന്നത്. ഇവിടെയാണ് UDF സ്ഥാനാർത്ഥി ജോളി ജോർജ് 7 വോട്ടിന് വിജയിച്ചത്. 7 വോട്ടിന് വിജയിച്ചത് ഒരു വിജയമല്ലെന്നും ഇത് LDFന്റെ വിജയമാണെന്നും ഇത് കണക്കിലെടുത്താണ് ആഘോഷം സംഘടിപ്പിച്ചതെന്നും LDF പ്രവർത്തകർ പറഞ്ഞു. ജോളി ജോർജ് ജയിച്ചിട്ടുള്ളത് ആകെ 7 വോട്ടിനാണ് ജയിച്ചിട്ടുള്ളത്. ഇതില് അവർ ചിലപ്പോൾ 100 വീട്ടിലോ അല്ലെങ്കിൽ ചിലപ്പോൾ 70 വീട്ടിലോ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ 3 വീട്ടിലെ സംഭവം നമ്മൾ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ രേഖപരമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. 7 വോട്ടിനാണ് ജോളി ജോർജ് ജയിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇത് റദ്ദാക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ ഈ വിജയം. അതിലുപരിയായിട്ട് 300 ചില്ല വോട്ടിന് ഭൂരിപക്ഷമുള്ള ഒരു വാർഡാണ് 20ാം വാർഡ് എന്ന് പറയുന്നത്, പഴയ മാരായ്ക്കൽ വാർഡ്. ആ വാർഡിൽ കഴിഞ്ഞ പ്രാവശ്യം റെജീനയ്ക്ക് 450 വോട്ടാണ് കിട്ടിയത്. ആ വോട്ടിനെ ഞങ്ങൾ 614 വോട്ടായിട്ട് ഞങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നു. ഈ പൈസ കൊടുത്ത് വോട്ട് വാങ്ങിയില്ലെങ്കിൽ ഞങ്ങളിവിടെ ജയിച്ചിട്ടുണ്ടാവും. ആ വോട്ടെണ്ണം കൊണ്ടാണ് അവർ ജയിച്ചിട്ടുള്ളത്. കാശ് കൊടുത്ത് വാങ്ങിയ വോട്ടുകൾ ഞങ്ങളുടെ അറിവിൽ 3 വീട്ടിലെ കാശ് കൊടുത്തിട്ടുള്ളൂ. 3 വീട്ടിലെ 8 എണ്ണത്തിൽ 7 പോൾ ചെയ്തിട്ടുണ്ട്. ബാക്കി ഓരോളം സുഖമില്ലാതെ ചെയ്തിട്ടില്ല. അതുപോലെ 10-30 വീട്ടിൽ പൈസ കൊടുത്തിട്ടുണ്ട്. 2000 തൊട്ട് 5000 വരെ കൊടുത്തെന്നുള്ള അറിവ്, പുറത്ത് കേൾക്കുന്ന അറിവ്. 3 വീട്ടിലെ രേഖ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ ഞങ്ങളുടെ വിജയം ഞങ്ങള് ആർഭാടായിട്ട് ആഘോഷിക്കുക. കാശ് കൊടുത്ത് മേടിച്ചിട്ട് കാശ് കൊടുത്തത് വോട്ട് മേടിച്ചു. കണ്ണാറ വാർഡിൽ LDFന്റെ ആഹ്ലാദ പ്രകടനം. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ കണ്ണാറ വാർഡിൽ നിന്നും LDF സ്ഥാനാർത്ഥി സുബ്രഹ്മണ്യന്റെ വിജയത്തിന്റെ ഭാഗമായാണ് LDFന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചത്. കണ്ണാറ പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം കണ്ണാറ പാലത്തിലെത്തി തിരിച്ച് കണ്ണാറ സെന്ററിൽ എത്തി സമാപിച്ചു. നാസിക് ഡോളിന്റെ അകമ്പടിയോടുകൂടിയായിരുന്നു ആഹ്ലാദ പ്രകടനം. വാർഡിലെ നിരവധി പേർ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കാളികളായി. കഴിഞ്ഞ തവണയും വാർഡ് ഭരിച്ചിരുന്ന LDF ഇത്തവണ സുബ്രഹ്മണ്യനിലൂടെ വാർഡ് നിലനിർത്തുകയായിരുന്നു.
ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങനില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ.
കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. മൂർക്കരക്കര സജി ഫാബ്രിക്സിൽ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി വാർഷിക ക്ലിയറൻസ് സെയിൽ. ഡിസംബർ 1 മുതൽ 25 വരെ മനം നിറയുന്ന വസ്ത്രങ്ങൾ കൈ നിറയെ വാങ്ങാനുള്ള അവസരം. യഥാർത്ഥ ഡിസ്കൗണ്ട് സെയിലിന്റെ വിശ്വാസം നേരിട്ടറിയൂ. ടോപ്പ്, കുർത്തീസ്, ഷർട്ട്, കിഡ്സ് വെയർ എന്നിവയുടെ ക്ലിയറൻസ് സെയിൽ. സാരി, റണ്ണിംഗ് മെറ്റീരിയൽസ്, ചുരിദാർ മെറ്റീരിയൽസ്, ജീൻസ്, സ്പോർട്സ് വെയർ തുടങ്ങി ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഒരു കുടക്കീഴിൽ. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. ഫോൺ 7306743585. വാർത്തകളിലേക്ക്. വടക്കാഞ്ചേരിയിൽ ഡിസംബർ 20 വൈകിട്ട് ക്രൈസ്തവ കൂട്ടായ്മയും വ്യാപാര സമൂഹവും പൗരാവലിയും സംയുക്തമായി ഒരുക്കുന്ന നദാലെ ഫെസ്റ്റ് വിളംബരം നടത്തി. വിളംബര സമ്മേളനം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ഫാദർ തോമസ് ചാണ്ടി അധ്യക്ഷത വഹിച്ചു. തുടർന്ന് വിളംബര ഘോഷയാത്ര നദാലെ ചെയർമാൻ ഫാദർ വർഗീസ് തരകൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. അബ്രഹാം മണ്ടുമ്പാൽ, ജോയ് ചിറ്റിലപ്പള്ളി, ബിജു ഇസ്മായിൽ, ടിൻഡോ തൊട്ടിയിൽ, വില്യംസ് നെയ്യൻ, ജോയ് തൈക്കാട്ടിൽ, ജസ്റ്റിൻ ചൊവ്വല്ലൂർ എന്നിവർ നേതൃത്വം നൽകി. അജിത് കുമാർ മല്ലയ്യ സ്വാഗതവും ഫ്രാൻസിസ് കുരുതുകുളങ്ങര നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ വടക്കാഞ്ചേരി കൗൺസിലർമാരായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നദാലെ ഫെസ്റ്റ് സംഘാടക സമിതി സ്വീകരണം നൽകി. സേവ്യർ ചിറ്റിലപ്പള്ളി MLA സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ഫാദർ സാബു ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. ഫാദർ വർഗീസ് തരകൻ പുതിയ ജനപ്രതിനിധികളെ പൂച്ചെണ്ട് നൽകി അനുമോദിച്ചു. പോളി ലാസർ, PN ഗോകുലൻ, ഫ്രാൻസിസ് വടക്കൻ, പ്രകാശ് ചിറ്റിലപ്പള്ളി എന്നിവർ സംസാരിച്ചു. കൗൺസിലർമാർക്ക് വേണ്ടി സണ്ണി പുത്തൂർ, സിന്ധു സുബ്രഹ്മണ്യൻ, ഷീല മോഹൻ എന്നിവർ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. ഫാദർ എബിൻ പൈനാടത്ത് സ്വാഗതവും ജിൻസൺ പോൾ വടക്കൻ നന്ദിയും പറഞ്ഞു. എല്ലാവർക്കും പ്രത്യേകമായിട്ട് ഏറെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം പറയുകയാണ്. ഔദ്യോഗിക സ്വാഗതം ഉണ്ടായിരിക്കും. നമ്മൾ ഇത് കഴിയുമ്പോൾ ഉടനെ തന്നെ ഈ കൗൺസിലേഴ്സിനുള്ള ആശംസകൾക്ക് ശേഷം നമ്മൾ പതാക ഉയർത്തുന്നതായിരിക്കും. തുടർന്ന് നമ്മുടെ മോട്ടോർ ബൈക്കുകളുമായിട്ട് നമ്മൾ വടക്കാഞ്ചേരി തന്നെ ആഘോഷിക്കുന്ന വലിയൊരു സംഘാടനത്തിന് മുൻകൈയെടുത്ത് എല്ലാവരെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹത്തോടെ നമ്മുടെ ഈ വിളംബര യാത്ര അല്ലെങ്കിൽ ഈ വിളംബര ദിനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആരംഭം കുറിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുമതിയോടുകൂടി ഫ്ലാഗ് ഉയർത്തുന്നു.
ജയ് ജയ് നത്താല ഫെസ്റ്റ്, ജയ് ജയ് നത്താല ഫെസ്റ്റ്, ജയ് ജയ് നത്താല ഫെസ്റ്റ്. ശാന്തിയും സമാധാനവും വടക്കാഞ്ചേരിയിൽ സമൃദ്ധമാകട്ടെ. ശാന്തിയും സമാധാനവും വടക്കാഞ്ചേരിയിൽ സമൃദ്ധമാകട്ടെ. ശാന്തിയും സമാധാനവും വടക്കാഞ്ചേരിയിൽ സമൃദ്ധമാകട്ടെ. മതമൈത്രി ഇവിടെ നിലനിൽക്കട്ടെ. മതമൈത്രി ഇവിടെ നിലനിൽക്കട്ടെ. മതമൈത്രി ഇവിടെ നിലനിൽക്കട്ടെ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. സ്റ്റോപ്പായി. എന്തിനും അപ്പോട്ടൊക്കെ പോവാ. ഒരു കണ്ണ് പേപ്പറിട്ടതാ. മാടക്കത്തറ പഞ്ചായത്ത് ഭരണം LDF-ന്. മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിൽ ജയിച്ചവർ: വാർഡ് 1-ൽ അമുദ വിനോദ് LDF, വാർഡ് 2 ദിവ്യ ടീച്ചർ UDF, വാർഡ് 3-ൽ ജോൺസൺ മല്യത്ത് UDF, വാർഡ് 4 സന്ദീപ് KS LDF, വാർഡ് 5 സണ്ണി ചുന്നിക്കര LDF, വാർഡ് 6 ഗ്രേസി ജെയിംസ് LDF, വാർഡ് 7 ജിത്ത് ചിറക്കേക്കോട് NDA, വാർഡ് 8 സുജിത രമേശ് LDF, വാർഡ് 9 അശോകൻ ആലുക്കൽ LDF, വാർഡ് 10 ഗീതു രതീഷ് LDF, വാർഡ് 11 ജെയ്സൺ ജോണി LDF, വാർഡ് 12 തുളസി സുരേഷ് LDF, വാർഡ് 13 സാവിത്രി രാമചന്ദ്രൻ LDF, വാർഡ് 14 മിനി സുരേഷ് LDF, വാർഡ് 15 KP പ്രശാന്ത് LDF, വാർഡ് 16 അഡ്വക്കേറ്റ് രുദ്ര VS LDF, വാർഡ് 17 സതി അജയൻ LDF, വാർഡ് 18 സുകന്യ ബൈജു LDF. സംഘടിച്ച ശക്തിയെ സംഭരിച്ച ജനതയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സത്യത്തിൽ നമ്മുടെ പ്രചരണത്തിന്റെ കൊട്ടിക്കലാശം നടക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ പറഞ്ഞു, 13-ാം തീയതി തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നമ്മൾ ജയിക്കും, നമ്മളെ ജയിക്കൂ. മാടക്കത്തറ പഞ്ചായത്തിൽ എത്ര വലിയ ശ്രമം നടത്തിയാലും ഇടതുപക്ഷത്തിന്
തൊടാൻ ആർക്കും പറ്റില്ല എന്ന് തെളിയിച്ചപ്പോൾ 15 സീറ്റുകളും നേടി ഇടതുപക്ഷ ജനാധിപത്യം നമ്മുടെ ഈ വാർഡിൽ മത്സരിച്ച 3 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളും അതിഗംഭീരമായ ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ നമുക്ക് ഇവിടെ നമ്മുടെ മുൻ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള മേരി ചേച്ചി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് മത്സരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ അവരോട് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം തരാൻ പോകുന്നത് ഈ മാടക്കത്ര പഞ്ചായത്താണ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജില്ലയിലെ 30 ഡിവിഷനുകളിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഇത് തളർച്ചയല്ല, മുന്നോട്ടുള്ള പോക്കാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ പഞ്ചായത്തിൽ ഭരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യം വരുമ്പോൾ ഞങ്ങളുടെ കൈകൾ ശുദ്ധമായിട്ടേ ഞങ്ങൾ ഇറങ്ങിപ്പോകൂ. ആ ശുദ്ധതയോടെ ഇവിടെ തിരിച്ചു വരാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിയുകയാണ്. താൽക്കാലികമായിട്ടുള്ള ചില സീറ്റുകളിലെ വിജയങ്ങളെ കാണിച്ചുകൊണ്ട് ചിലർ അവകാശപ്പെടുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കുറവുണ്ടായി എന്ന് വാദിക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നത് മൂടന്മാരുടെ സ്വർഗത്തിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ 4 പഞ്ചായത്തുകളിൽ 2 പഞ്ചായത്തുകളിൽ സാങ്കേതികമായി നാം ഇത്തിരി പിറകിൽ പോയി, ചില വാർഡുകൾ തോറ്റു എന്നിരിക്കെ ആ 4 പഞ്ചായത്തുകളുടെ രാഷ്ട്രീയ ബലാബലം പരിശോധിക്കുന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്കെടുക്കുമ്പോൾ ഈ നിയോജക മണ്ഡലത്തിൽ 2000-ലേറെ വോട്ടിന് ഇടതുപക്ഷ അതിന്റെ രാഷ്ട്രീയ വിജയം നേടി നിൽക്കുകയാണ്. ഒരു വിധത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അപവാദ പ്രചരണങ്ങൾ കൊണ്ട് തകർക്കാം എന്ന് നിങ്ങൾ കരുതരുത്. മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാനപൂർവം അവരിറക്കിയ പ്രകടന പത്രികയിൽ ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമല്ല, ഞങ്ങളെ 5 വർഷം അധികാരത്തിൽ കൊണ്ടുവന്നാൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ത് എന്നതിന്റെ വലതുഭാഗത്ത് എഴുതി വെച്ചിരുന്നു. അത് പൂർണ്ണമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി നടപ്പിലാക്കും എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന സമിതിക്ക് വേണ്ടി വലിയ ഭൂരിപക്ഷത്തോടെയാണ് നമ്മുടെ സഖാക്കൾ പലരും വിജയിച്ചത്. പലരോടും നമ്മൾ ചോദിച്ചു, നിങ്ങൾ എതിർ സ്ഥാനാർത്ഥികൾക്ക് ഒരോട്ടും കൊടുക്കാത്ത വിധത്തിൽ വോട്ട് പിടിക്കുകയാണോ? മാടക്കത്തറ പഞ്ചായത്തിന്റെ ഗ്രാമ വാർഡുകളിൽ, ബ്ലോക്ക് വാർഡുകളിൽ, ജില്ലാ പഞ്ചായത്തിൽ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ച എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നതോടൊപ്പം അവരെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 1 മാസക്കാലമായി അഹോരാത്രം രാപ്പകലില്ലാത്ത വിധം ആ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ, അവരെയാണ് ഏറ്റവും ഉജ്ജ്വലമായ അഭിവാദ്യം ചെയ്യേണ്ടത്. അവരെല്ലാം ഊഷ്മളമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. സഖാക്കളെ, ഏറ്റവും ശക്തമായി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ നാം മുന്നോട്ട് പോകും, നാം ജയിക്കും, നാം കേരളത്തിൽ വീണ്ടും വിധത്തിൽ നമ്മുടെ രാഷ്ട്രീയം മുന്നോട്ട് പോകും. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മാടക്കത്തറ പഞ്ചായത്ത് KK സുരേന്ദ്രേട്ടന്റെ നാട്, കേരളത്തിന് സാംസ്കാരിക തലസ്ഥാനത്തിന് അഭിമാനമായി ചെങ്കൊടി പാറിച്ചുകൊണ്ടാണ് മാടക്കത്തറയുടെ മണ്ണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നൽകിയിരിക്കുന്നത്. അവർക്ക് ഇടതുമുന്നണിയുടെ 100 ചുവപ്പൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. നമുക്ക് ഉജ്ജ്വലമായ ആഹ്ലാദ പ്രകടനം നമുക്ക് നടത്തേണ്ടതുണ്ട്. വാഹന പ്രചരണ ജാഥ നടത്തണം, ഓരോ വാർഡിലെയും നടത്തണം. ഇതെല്ലാം പ്ലാൻ ചെയ്ത് നാളെ മുഴുവൻ വാർഡുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ അണിനിരത്തിക്കൊണ്ടുള്ള ആഹ്ലാദ പ്രകടനം നിങ്ങൾ സംഘടിപ്പിക്കണം. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഖാക്കൾക്കും ഇടതുമുന്നണിയുടെ പേരിൽ ഊഷ്മളമായ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. സംസാരിച്ചു. മാടക്കത്ര ചുവപ്പാണ്. മാടക്കത്ര തറപറ്റിക്കാൻ ഒരു UDF-നും ഒരു BJP-ക്കും കഴിയില്ല എന്നും തെളിയിച്ചിരിക്കുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ മാടക്കത്രയുടെ മുഴുവൻ സീറ്റും നമ്മളെ നേടുന്ന അവസ്ഥയിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കണക്കല്ല, ഇതിലും വലിയ കണക്കിൽ നമ്മൾ UDF-നെ തോൽപ്പിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സഖാക്കളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ നൽകുന്നു. സഖാവ് പ്രസാദ് പറയേരി ഇവിടെ പറഞ്ഞതുപോലെ 18 വാർഡുകളിൽ നമ്മൾ മത്സരിച്ച് 15 വാർഡുകളിലും അതിശക്തമായി നമ്മൾ ജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മാടക്കത്തറ പഞ്ചായത്ത്
നമുക്കെല്ലാം അഭിമാനകരമായ രീതിയിൽ ഇന്ന് ചുവപ്പണിയിച്ചുകൊണ്ട് നിൽക്കുന്ന വലിയ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇനി വലിയ വർത്തമാനങ്ങളും വലിയ ആഘോഷം പഞ്ചായത്തിലെ ഉജ്ജ്വലമായ വിജയം നമ്മളിവിടെ ആഘോഷിക്കുകയാണ്. നമ്മുടെ വിജയം ആഘോഷിക്കുന്നതിനിടെ നമ്മുടെ എത്തിച്ചേർന്ന രാജേട്ടനുണ്ട്, പ്രിയപ്പെട്ട സണ്ണേട്ടുണ്ട്, എല്ലാവരും ഉണ്ട്, പ്രിയപ്പെട്ട എല്ലാവരും ഉണ്ട്. നമ്മുടെ ഈ ഒരു മാസത്തെ കാലത്തെ പ്രയത്നമാണ് ഈ LDFന്റെ ഈ വിജയത്തിന്. മാടക്കത്ര പഞ്ചായത്ത് ചുമന്ന് തന്നെയുണ്ട്. അപ്പോൾ ഈ വികസനങ്ങൾ നല്ല രീതിയിൽ ഇനിയും നല്ല രീതിയിലുള്ള വികസനങ്ങൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള രാജേട്ടനും ഇവിടെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പരമതത്വ സമീക്ഷാ സത്ര സമിതിയുടെ നേതൃത്വത്തിൽ കൊടിമരം നാട്ടിൽ നടന്നു. 24ാമത് പരമതത്വ സമീക്ഷാ സത്രത്തിന്റെ ധ്വജാരോഹണത്തിനുള്ള ധ്വജസ്തംഭ സ്ഥാപനം ഇരുനിലങ്കോട് ജ്ഞാനകുടീരം മഠാധിപതി സ്വാമി നിഖിലാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ നടന്നു. വിശ്വനാഥ അയ്യർ ധ്വജസ്തംഭ പൂജ നടത്തി. സ്വാമി ബ്രഹ്മർഷി ദേവപാലൻ, സ്വാമിനി ശിവപ്രിയ, സ്വാമിനി സ്വയംപ്രഭ, പ്രൊഫസർ സാധു PS പത്മനാഭൻ, I വിജയകുമാർ, PV നാരായണൻ, K വിജയൻ മേനോൻ, PM ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഡിസംബർ 19 രാവിലെ 9:45 ധ്വജാരോഹണവും തുടർന്ന് ഉദ്ഘാടന സഭയും നടക്കുക. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേ. മാടക്കത്ര ഗ്രാമപഞ്ചായത്തിൽ 7ാം വാർഡിൽ വിജയിച്ച NDA സ്ഥാനാർത്ഥി ജിത് ചിറക്കേക്കോടന്റെ വിജയാഘോഷം നടന്നു. ബസ് നിർത്തി ഇറങ്ങിപ്പോയ ഡ്രൈവർ മരിച്ച നിലയിൽ. ആമ്പല്ലൂർ KSRTC ബസ് ദേശീയപാതയിൽ നിർത്തിയിട്ട് ഇറങ്ങിപ്പോയ ഡ്രൈവറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് നെന്മാറ സ്വദേശി നമ്പൂതിരിപ്പറമ്പിൽ ബാബുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 45 വയസ്സായിരുന്നു. പാലിയേക്കര മണലി പാലത്തിന് സമീപമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശനിയാഴ്ച രാത്രിയിലാണ് ദേശീയപാതയോരത്ത് ബസ് നിർത്തി ഇയാൾ ഇറങ്ങിപ്പോയത്. ഏറെ നേരം കഴിഞ്ഞിട്ടും കാണാതിരുന്നതിനെ തുടർന്ന് യാത്രക്കാരെ മറ്റൊരു ബസ്സിൽ കയറ്റിവിടുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണകാരണം വ്യക്തമല്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാണഞ്ചേരി UDF സ്ഥാനാർത്ഥികളുടെ സംയുക്ത ആഹ്ലാദ പ്രകടനം നടന്നു. വടക്കാഞ്ചേരിയിൽ ക്രൈസ്തവ കൂട്ടായ്മയും വ്യാപാര സമൂഹവും പൗരാവലിയും സംയുക്തമായി ഒരുക്കുന്ന നദാലെ ഫെസ്റ്റ് വിളംബരം നടത്തി. മാരായ്ക്കൽ വാർഡിൽ LDF സ്ഥാനാർത്ഥിയുടെ തോൽവിയിൽ മധുരം നൽകി ആഘോഷിച്ചു LDF പ്രവർത്തകർ. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.